അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ മനുഷ്യനാണ്. എനിക്ക് നമ്മളൊന്നും അറിയാതെ എനിക്ക് തന്നെ ഒന്നും അറിയില്ല. ഞാൻ ആളെ മോട്ടിവേഷൻ വീഡിയോസ് മാത്രം കാണുന്ന ഒരാളാണ്. കാണുന്ന വെച്ചാൽ അങ്ങനെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതിങ്ങനെ മാറ്റുമ്പോൾ എനിക്ക് ഗെയിമിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഗെയിമിങ് എന്താണെന്ന് എനിക്ക് അറിയണമെന്നില്ല. സത്യം പറഞ്ഞാൽ ഗെയിമിങ് കളിക്കാറുമില്ല. ഓഫ് ചെയ്ത് അപ്പോൾ ഞാൻ ആളെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇങ്ങനൊക്കെ നമ്മൾ തെറി വിളിച്ചാലും സാധാരണ നോർമലി മനുഷ്യനാണ് വീട്ടിൽ പോയി കയറ്റില്ല. ഒരാളെ വീട്ടിൽ പോയി പരിസരത്ത് പോലും അടുപ്പിക്കില്ല. ആളെന്നെ വീട്ടിലും കയറ്റി അത്ര ലെവലിൽ ട്രീറ്റ് ചെയ്തു. നമ്മൾ ചെന്നു നമുക്ക് എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും എനർജി ഡ്രിങ്ക് എല്ലാവർക്കും റെഡ് ബുൾ തന്നു. അത്രയും അടിപൊളി. ആളെ ഫാമിലി ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, വൈഫൈ എല്ലാവരും അടിപൊളി മെമ്പേഴ്സാണ്. കുറെ നേരം സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. ഞങ്ങൾ അവിടെ പോയി ഒരു ഫാമിലി എടുത്ത് എല്ലാവരും എടുത്ത് നമ്മൾ സോറി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ്, നമുക്കറിയാം. പക്ഷെ എന്നിട്ടും ആളെ സ്ട്രീമിംഗ് റൂമിൽ പിടിച്ചിരുത്തി. ആള് അല്ലെ, എനിക്ക് തോന്നുന്നു ആ ചെയറിലൊന്നും ആരും അധികം ഇരുന്നിട്ട് ഉണ്ടാവില്ല. ആ ചെയറിൽ ആരും ഇരുന്നിട്ടില്ല തോന്നിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ അവസരം പുള്ളി തന്നില്ല. അതാണ് പറഞ്ഞത്. അതിനുള്ള അവസരം എനിക്ക് പുള്ളി തന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയറിൽ എന്റെ കൈ ഇങ്ങനെ വരയ്ക്കായിരുന്നു, രണ്ട് കൈയും കാലൊക്കെ. കാരണം ഞാൻ അത്രയും വലിയ സംഭവം ചെയ്തിട്ടല്ലേ അവിടെ പോയി വന്നിരിക്കണ്. ഫുള്ള് തെറി. എന്നോട് ചാറ്റ് ആദ്യം പറഞ്ഞു, ഈഗിൾ ബ്രോനോട് ആദ്യം പറഞ്ഞു, ചാറ്റ് നീ നോക്കണ്ട, ചാറ്റ് നീ വായിക്കണ്ട, അത് നോക്കണ്ട, ഓക്കെ ആയിക്കോളും. കാരണം നീ സംസാരിച്ചോ. ഫുൾ കോൺഫിഡൻസ് കൊടുത്തിട്ടാണ് കോൺഫിഡൻസ് ആള് തന്നിട്ടോ. പക്ഷെ മെയിൻ ഒരു കാര്യം പറയണം. ഞാൻ ഇവനോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നവാഫ് വലിയ ആളാണ്, മൂങ്ങ ഇവനോട് ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല സംസാരിക്കുക, നീയും സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇവൻ സംസാരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് അതെ ഞാൻ പറയടാ അതെ ഇതാണ് ഇവൻ പറയണത്. പിന്നെ ഞാൻ എന്നിട്ട് പറയാം, പേടിച്ചു. അല്ല ഞാൻ